നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദിയോടെ അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. രാത്രികാലം മുഴുവനും ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചു. നന്ദി നന്ദി അപ്പ, നന്ദി. ഈ നല്ല പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പകല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതം, കൊച്ചു തലമുറകളെ എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പരീക്ഷാ കാലഘട്ടമാപ്പ, കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും നൽകണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, 10, 11, 12 പഠിക്കുന്ന മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, OIT, IELTS, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കൾ, എല്ലാവരെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അപ്പ, ഇന്നുവരെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് ജയം നൽകി മാനിച്ചു ഭാവി ജീവിതമൊക്കെ ഒരുക്കി എല്ലാറ്റിനും നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും പഠിക്കുന്ന മക്കളെ ഏൽപ്പിക്കുകയാണ്. തൻ്റെ കുഞ്ഞുങ്ങളുടെ പരീക്ഷയിൽ കൂടെയിരിക്കണം, ജയത്തോടെ അവരെ നടത്തണം, അവരാഗ്രഹിച്ച സ്ഥാനത്ത് അവരെ എത്തിക്കണം, അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ സഹായിക്കണം. പ്രത്യേകിച്ച് വിദേശ രാജ്യത്തൊക്കെ കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നീട്ടി അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും വലയുവാനും ഭാരപ്പെടുവാനും സമ്മതിക്കല്ലേ പിതാവേ. അപ്പാ സ്തോത്രം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഈ സമയം കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണേ. സന്തോഷമുള്ള ജീവിതം നയിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ. ഈ സമയത്ത് ഹല്ലേലൂയ, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കട്ടെ. എൻ്റെ ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. എൻ്റെ കർത്താവെ, ഈ സമയത്ത് ഹല്ലേലൂയ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കട്ടെ. എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതമാർന്ന കരം നീട്ടി അവരെ സഹായിക്കുകയും വിട്ടുവയ്ക്കുകയും ചെയ്യുമാറാകണം. എൻ്റെ കർത്താവെ, നിനക്ക് കഴിയാത്ത ഒരു കാര്യമില്ലല്ലപ്പ. പ്രയാസമുള്ള കാര്യം എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ കൊണ്ടുവരാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ അപ്പൻ്റെ സന്നിധിയിൽ തരിക, സ്വർഗം അത് നിവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമായ കർത്താവെ. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകൾ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണേ. മാസം ദിവ്യോളം കൂടിയിരിക്കണേ. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത തലമുറയെ കൊടുത്ത് സഹായിക്കണമേ ദൈവമായ കർത്താവ്. ഞങ്ങളുടെ പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷത്തിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും സമാധാനങ്ങളും അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമായ കർത്താവ്. ഈ സമയം ഞങ്ങളുടെ ഉപജീവനമാർഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. എൻ്റെ സ്വർഗത്തിലെ അപ്പനൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണേ അപ്പ. മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ച് നിൽപ്പാൻ അനുവദിക്കല്ലേ. മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കല്ലേ. തമ്പുരാൻ്റെ തൃക്കരമൊന്ന് നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കും ദൈവമായ കർത്താവെ. ഈ സമയം ഹല്ലേലൂയ കർത്താവെ.
ജോലി ചെയ്യുന്ന മക്കളെ, ബിസിനസ് ചെയ്യുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. തമ്പുരാനെ, കഷ്ടനഷ്ടം കൂടാതെ ആവശ്യമാർന്ന എല്ലാ സ്വർഗത്തിലെ ദൈവം ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവ് സൂക്ഷിക്കണമേ, സമാധാനത്തിലും സൗഖ്യത്തിലും നടപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്നെല്ലാം വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ വാഹനത്തെയും ക്രമീകരിക്കണമേ, വാഹനം ഓടിക്കുന്ന മക്കളെ നിയന്ത്രിച്ച് നടത്തണമേ, ആപത്തവരിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കണമേ. കർത്താവെ, അനർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിൽ കൂടി ഞങ്ങൾ യാത്ര ചെയ്യുന്നത് നാഥാ, നീ സഹായിച്ച് വിടുവിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ, ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, സഹോദരവർഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, അനാഥരെ, വിധവകളെ, എൻ്റെ കർത്താവേ, യുവതി യുവാക്കന്മാരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം കാത്തുകൊള്ളുമാറാകണം. യാതൊരുവിധ ഭാരമോ പ്രയാസമോ പ്രതികൂലമോ അവരുടെ ജീവിതത്തിലുണ്ടാകാൻ ഇടയാകാതോണം സ്വർഗ്ഗമെല്ലാവരെയും മറച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കടബാധ്യതയുള്ളവരെ ജയിൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണം. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ ഏൽപ്പിക്കുന്നു. നാഥ, സ്വന്തമായി തലചായ്പാൻ ഒരു ഭവനം തന്നെ മക്കൾക്ക് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന ഓരോ മക്കളെ ഏൽപ്പിക്കുന്നു. ICUയിലും CCUയിലും കിടക്കുന്നവരുണ്ട്, വെന്റിലേറ്ററിൽ കിടക്കുന്നവരുണ്ടപ്പാ, ഡെലിവറി റൂമിലും ഓപ്പറേഷൻ തിയേറ്ററിലും ആയിരിക്കുന്നവരുണ്ട്. കർത്താവേ, എൻ്റെ മക്കളോടൊക്കെ മനസ്സലിയണമേ, കരുണ തോന്നണമേ, സ്വർഗം വിടുവിക്കുമാറാകണമേ. കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ ഏൽപ്പിക്കുന്നു, കിഡ്നി രോഗികളെ ഏൽപ്പിക്കുന്നു, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, തലയ്ക്കകത്ത് വേദനയും മുഴയുമുള്ള ജീവിതങ്ങളുണ്ട്, ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷുഗറും പ്രഷറുമുള്ളവർ, കൊളസ്ട്രോളുള്ളവർ, കർത്താവേ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട്, കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്തവരുണ്ട്, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്, ആസ്മ രോഗികളുണ്ട്, തൈറോയ്ഡ് ഉള്ളവരുണ്ട്, അലർജി ഉള്ളവരുണ്ട്, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരുണ്ടപ്പാ, തലമുടി കഴിയുന്നവരുണ്ട്. കർത്താവേ, ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ടപ്പാ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്, ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവരുണ്ട്. എല്ലാവരെയും തിരുമുൻപാകെ കൊണ്ടുതരുന്നപ്പാ, എല്ലാ രോഗികൾക്കും നല്ല വൈദ്യനായ കർത്താവേ, ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തങ്കക്കരം ഓരോ മക്കളെയും ചേർത്ത് പിടിച്ചാട്ട് ദൈവമേ. ഹാലലി, കൈകാൽക്ക് ചലനമില്ലാത്തൊരു കിടക്കയിലായിരിക്കുന്നവർ, വീൽ ചെയറിലായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരെ കഴിഞ്ഞ നാളുകളിൽ തൊട്ട് സുഖപ്പെടുത്തിയ കർത്താവേ, തൻ്റെ മക്കളെയും സഹായിക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. കർത്താവെ, ചില ടെസ്റ്റുകൾക്കൊക്കെ വിധേയപ്പെട്ട ജീവിതങ്ങളുണ്ട്, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനർത്ഥം വ്യസനകരമായി തീരാതെ വണ്ണം പൊന്നുകരം ചേർത്ത് പിടിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട് നിശ്ചയമാ. ഞങ്ങളുടെ കണ്ണാലെ കാണുവാൻ സഹായിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞവരും രുചിച്ചറിഞ്ഞവരുമാ കർത്താവേ, വീണ്ടും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ സഹായിക്കണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നാടും വീടും വിട്ട് വിദുരിതലായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയ മക്കളെയും സമർപ്പിക്കുന്നു. മാതാപിതാക്കളല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, അവരെ സഹായിക്കണേ. അവർക്ക് മാതാവും പിതാവുമായി കൂടിയിരിക്കണമേ. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെട്ട് ഹൃദയം കലങ്ങുവാൻ അനുവദിക്കല്ലേ. നന്മയും കരുണയും ആയുഷ്കാലം മുഴുവനും ഓരോ മക്കളെയും പിന്തുടരുവാൻ ഇടയാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് നല്ലവനാ, വലിയവനാ, മാറാത്ത ദൈവമാ, കൂടെയിരിക്കുന്ന ദൈവമാ, സഹായിക്കുന്ന ദൈവമാ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഓർക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവ്, എല്ലാം കൃത്യമായി ചെയ്യുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. ഞങ്ങളുടെ സുവിശേഷ വേലക്കാരെ ഓർക്കുന്നു. കർത്താവേ, സുഷ്കാന്തിയുടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന തൻ്റെ മക്കൾ പല വിധത്തിൽ കഷ്ടം അനുഭവിക്കുന്നു, പീഡനം അനുഭവിക്കുന്നു, ജയിൽവാസം അനുഭവിക്കുന്നവരെ വിടുവിക്കണമേ, സ്വതന്ത്രരാക്കണമേ കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവ്. ആമേൻ. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഏൽപ്പിക്കുന്നു. കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു. ഗൾഫ് നാടുകളെ ഓർക്കുന്നു. അമേരിക്കൻ ഐക്യനാട്, ഏഷ്യ ഭൂഖണ്ഡം സകലതും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയും ജലപ്രളയത്തിൽ ഞങ്ങളെല്ലാം വെടിവെക്കുമാറാകണമേ കർത്താവ്. പ്രത്യേകിച്ച് സകലതും നഷ്ടപ്പെട്ട് വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്, വഴിത്തിരക്കിൽ കിടന്ന് അയ്യം വിളിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ കർത്താവേ, സഹായിക്കുന്ന കരങ്ങളോട് കരുണ തോന്നണമേ. ധാരാളം നന്മ കൊടുത്ത് ഓരോരുത്തരെ നിറയ്ക്കണമേ. രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സഹായിക്കണമേ. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെക്കുള്ളതിനെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം തന്ന് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.